ഹായ് ഗൈസ്. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നപ്പോ നമ്മള് രാവിലെ ഞാൻ ഇന്ന് കാര്യമായിട്ട് നടക്കാനും ഒക്കെ പോയി കേട്ടോ. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടന്നു. പിന്നെ ഒരു റൗണ്ട് നമ്മുടെ ബെല്ലക്കുട്ടനെയും കൂടെ നടക്കാൻ കൊണ്ടുപോയി കേട്ടോ. അത് ഉഗ്രം കോമഡി ആയിരുന്നു. നടപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ആശാന് ഫുഡൊക്കെ കഴിച്ചേച്ച് വേണ്ട ഒരു ചരുവം വെള്ളം കുടിച്ചു. എന്നിട്ട് സുഖമായിട്ട് ആശാൻ കിടന്ന് ഉറങ്ങുക കണ്ടോ. കോമഡി എന്ന് പറഞ്ഞ ഉഗ്രം കോമഡി ആയിരുന്നു ഇന്ന് അവനെ കൊണ്ടുള്ള നടപ്പ്. ആശാൻ നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ, തീരെ വയ്യ പുള്ളിക്കാരന്. അപ്പൊ എന്നിട്ട് സുഖമായിട്ട് ഇനിയിപ്പോ ഉറങ്ങാനുള്ള നടപടിയാണ്. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ദേവാനന്ദ് വന്നിട്ടുണ്ട്. ഇന്നലെ അവൻ ഞങ്ങളുടെ റൂമിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തതുപോലെ തന്നെ ഞാൻ ഇപ്പം മെത്ത കാണിച്ചു തരാം. നന്നുണ്ടല്ലേ നമ്മുടെ മുറിയില് ഇവിടെ ഇങ്ങനെ ഇതിലാണ് അവനെ ആശാൻ ഇന്നലെ കിടന്നത്. അപ്പോ അവന്റെ കിടപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മെത്തയും കട്ടിലും ഒക്കെ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവന് സൈനിക സ്കൂളിൽ ഉള്ള ബെഡിനേക്കാളിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് രാവിലെ കാപ്പിക്ക് നമ്മൾ ദോശയും എന്തുവാ സാമ്പാറാണെന്നോ ദോശയും വറുത്തരച്ച കറിയുമാണ്. അപ്പോ അവളങ്ങനെ രാവിലെ ജോലിക്ക് പോയി. ഇനിയിപ്പോ അമ്മയുടെ പരിപാടികളാണ് അടുക്കളയില്. വേറൊന്നുമില്ല. ഇനിയിപ്പോ എനിക്ക് ദോശ ഉണ്ടാക്കി തരണം. ഇപ്പൊ ഏകദേശം മണി 9:40. ഇനിയിപ്പോ എനിക്ക് ഒരു 2-3 കൂട്ടം പരിപാടികളെന്ന് പറഞ്ഞാൽ എനിക്ക് പൂജപ്പര വരെ ഒന്ന് പോകണം. പൂജപ്പര 2 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഇൻഷുറൻസ് സംബന്ധമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പൂജപ്പര വരെ പോകണം. അത് കഴിഞ്ഞിട്ട് മോന് സ്കിന്നിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അതിന് ഒരു ഡെർമറ്റോളജിയെ കാണിക്കാനായിട്ട്, അത് പക്ഷെ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പൊ എനിക്ക് ഏകദേശം 2 പ്രാവശ്യം ഇന്ന് പൂജപ്പുര പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ തുടങ്ങുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഞാനിന്ന് വീണ്ടും ഈ റെയിൽവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോയിൽ വരാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം ഉച്ചയ്ക്ക് നമ്മുടെ സ്റ്റുഡിയോ റോഡിലെ പാലം അടച്ചതാണ്. നേമത്തെ പാലം നേരത്തെ അടച്ചു, പക്ഷേ നമുക്ക് ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്ന ഈ സ്റ്റുഡിയോ റോഡിലെ പാലമായിരുന്നു. ആ പാലവും അടച്ചു. അപ്പോൾ പാലത്തിൽ, ഇപ്പുറത്തെ സ്റ്റുഡിയോ റോഡിലെ പാലത്തിൽ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ പാലം അടച്ചത്. അപ്പം അത് എന്തുവാ എന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. സംഭവം ഇന്നലെ ഞാൻ ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വരെ വന്നായിരുന്നു. പക്ഷെ ഒരു നിവൃത്തിയില്ല. കാരണം നമുക്ക് അങ്ങോട്ട് കയറാനും വയ്യ, തിരിച്ചവിടുന്ന് ഇറങ്ങി വരാനും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് വണ്ടികൾ വന്ന് ബ്ലോക്കായി പോയി. അതാണ് ഇതറിയാൻ വയ്യാതെ വരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇവിടെ ഫസ്റ്റ് ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ഒരു മുട്ടക്കാട്ടൻ ക്രെയിനാണ് ഈ സംഭവം. എൻ്റെ അമ്മോ, ഇതെന്തു വന്നേ, എന്നാ വലിപ്പോ കേട്ടോ. ഇത് ഇവിടെ ഇരുന്നാന്തോന്ന് ഓടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നോക്കിയാൽ സത്യത്തിൽ സ്റ്റിയറിംഗ് ഒന്നും കാണാൻ വയ്യ. എനിക്ക് തോന്നുന്നത് ഈ ലിവറിന്റെ എന്തോ സംഭവമാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ വയ്യ. എൻ്റെ ദൈവമേ, ഇതിന്റെ ടയർ തന്നെ കണ്ടില്ലയോ, എത്ര ടയറാ? 1, 2, 3, 4, 5, 6 ടയർ, 6 സെറ്റ് ടയർ ഒരു സൈഡിൽ തന്നെ. അപ്പം 12 ടയറുണ്ട്. അപ്പം 12 × 2 24 ടയർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ തന്നെ 2 ടയറാണ് കയറ്റിയിട്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, എന്നാ വലിപ്പമല്ലയോ. ഇതിന്റെ മുകളിലാണ് ഈ ക്രെയിൻ സംവിധാനം ഉള്ളത്, കൃപാ ക്രെയിൻസ്. അതിന്റെ മുകളിൽ ഉള്ള സാധനം ഇങ്ങനെ നീണ്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് അതിലാണ് ഇത് ഹാങ് ചെയ്ത് അങ്ങോട്ട് ഇറക്കുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇതിന് തൊട്ടപ്പുറത്തായിട്ടൊരു പ്ലേറ്റ് പോലെ കുറേ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അത് ശരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അതിങ്ങനെ നേരെ ഇട്ടിട്ട് അതിൽ കൂടെ വണ്ടികളൊക്കെ, അതിന്റെ മണ്ട ടാർ ചെയ്തിട്ട് അതിൽ കൂടാണ് വണ്ടികളൊക്കെ വിടുന്നത്. പാലത്തിന്റെ മെയിൻ ഭാഗമാണെന്നാണ് വിചാരിച്ചത്. മെയിൻ ഭാഗമൊന്നല്ല, പാരലായിട്ടിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ സംഭവം അങ്ങനെ അല്ല. ഇത് വേറെ രീതിയിൽ ഇതങ്ങ് ഇറക്കി വെച്ചിരിക്കുക. ഇവിടെ എന്താണ്ട് എനിക്ക് തോന്നുന്നു ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. കണ്ടാവും, ഡ്രൈവിംഗ് സീറ്റ് പോലെ തന്നെ ഈ നമ്മുടെ എന്തുവാ ഈ JCBയുടെ ഒക്കെ കൂട്ട് തന്നെ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തിരുന്നാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, ഒരു അടാറ് സംഭവം തന്നെ. ഇത് ഓടിച്ചോണ്ട് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നതാണ്ട് ആ ക്യാബിനിൽ കയറിയിരുന്ന. ഇവിടെ വേറെ ഒരു ലോറിയും കിടപ്പുണ്ട് കണ്ടോ. എന്തൊക്കെയോ പണി സാധനങ്ങളുമായിട്ടൊക്കെ വന്നതാണ്. എല്ലാം നല്ല വെയിറ്റുള്ള സാധനങ്ങളല്ലേ. അപ്പം ഇനി നമുക്ക് നേരെ റോഡിൻ്റെ അപ്പുറത്തോട്ട് ചെന്നിട്ട്
ഈ സാധനം എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലയോ, ഇത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് നേരെ അങ്ങിടുവെന്നാണ് വിചാരിച്ചത്. പക്ഷെ സംഭവം നേരെ കുത്തനെ തന്നെ ഇറക്കി വെച്ചിരിക്കുക. കണ്ടോ, കുഴിക്കകത്ത്. അതാണ് ഈ വെയിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ അപ്പുറത്ത് നടത്തുന്നെന്ന് പറഞ്ഞില്ലേ. അതായത് ആ സിമെന്റ് ബ്ലോക്കുകൾ കൊണ്ടുവന്ന് വെയിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് ഇതിന്റെ മുകളിലോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ. 1 2 3 4 പ്ലേറ്റുകൾ അങ്ങനെ ഇറക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അപ്പുറത്ത് വേറൊരു ക്രെയിൻ കേട്ടോ. ഇത്രയും വലിയ 2 ക്രെയിനുകളാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും അപ്പുറവും ഇപ്പുറവും നിന്ന് തൂക്കിയായിരിക്കും ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത്. എന്തോ പരിപാടികളല്ലേ. എൻ്റെ ദൈവമേ, ടെക്നോളജിയുടെ വികാസം അല്ലേ. അത് എന്ത് സ്പീഡിൽ ഇതൊക്കെ നടന്നെന്നറിയാമോ. അതുകൊണ്ട് അതാ റെയിൽവേ ട്രാക്ക്. ആ ട്രാക്ക് ഇനി എനിക്ക് തോന്നുന്നു ഒരു 2 3 ഒക്കെ ആയിട്ട് വരുമായിരിക്കും ഇവിടെ. അല്ല, അതിന് തക്ക പിന്നെ സ്ഥലമുണ്ട് കേട്ടോ. അടിയിൽ മണ്ണ് 2 സൈഡിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതിനിതൊക്കെ ഒന്നുണ്ട്. അയ്യോ, എന്തായാലും കൊട്ട വെയിലാ. വെയിലിന്റെ ചൂട് തീരെ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ നേരെ നേമത്തോട്ട് വിട്ടു. നേമത്തിൽ നിന്ന് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന്, അതായത് അഹല്യ ഫ്രൂട്ട് സ്റ്റോൾ എന്നാണ് ഇതിന്റെ പേര്, അവിടെ ചെന്ന് നല്ല 1ാം ക്ലാസ് ഒരു ഫ്രൂട്ട് സർബത്ത് വാങ്ങിച്ച് ഒരൊറ്റ പിടിയാൻ കുടിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റാ. കാരണം നല്ല തണുപ്പാ. തലയ്ക്കൊരു വെളിവ് വീഴട്ടെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത്രയ്ക്ക് ചൂടുണ്ട്, ഒരു നിവർത്തിയില്ല. അകമൊന്ന് തണുത്തു കഴിഞ്ഞാലേ തലയ്ക്കും കുറച്ച് വെളിവ് വീഴുമല്ലോ. അങ്ങനെ ഫ്രൂട്ട് സർബത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സുകളും കൂടെ ഇട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തിയാ കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരു സ്റ്റെപ്പ് ഓട്ടം കഴിഞ്ഞ് ഞാൻ എത്തി. ഇനിയിപ്പം അടുത്ത ഓട്ടത്തിന് വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുക. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവൻ്റെ ഷൂ ഒന്ന് ശരിയാക്കണം. ഷൂ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ഇവനെ സ്കൂളിലിടുന്ന ഷൂവാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവർ സ്കൂളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൂവാണ്. പക്ഷെ ഇതിനൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞത് കണ്ടില്ലേ, ഇതിൻ്റെ ഇവിടം അങ്ങ് പൊട്ടിപ്പോയി. ഇനിയിപ്പം എത്ര വില കൂടിയ ഷൂ വാങ്ങിച്ചു കൊടുത്താലും, എത്ര ക്വാളിറ്റി ഉള്ള ഷൂ വാങ്ങിച്ചു കൊടുത്താലും ഇതൊക്കെ തന്നെ അവസ്ഥ. കാരണം ഒരു 6 മാസത്തിൽ കൂടുതൽ നിൽക്കുന്നില്ല. ഞാൻ ഈ ഒരുപാട് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ ഷൂവും കുറച്ച് വിലയുള്ള ഷൂവും എല്ലാം വാങ്ങിച്ച് പരീക്ഷിച്ചതാണ്. അപ്പൊ അത് കമ്പനിയുടെ പ്രശ്നമൊന്നുമല്ല, ഇവരുടെ സ്കൂളിലെ ഉപയോഗം അതുപോലത്തേതാണ്. പിള്ളേരുടെ ഈ അവരുടെ PT ഡ്രില്ലും പിന്നെ അവന്മാരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ അല്ലേ. അപ്പോൾ ഓരോ സമയത്ത് ഉപയോഗിക്കാനും ഓരോ ഷൂ ആണ്. ഇത് എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഷൂ ആണ്, ബ്ലാക്ക്. അത് കഴിഞ്ഞിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷൂ ഉണ്ട്. പിന്നെ അതായത് ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി ബൂട്ടുണ്ട്. അതുകൂടാതെ ഡ്രില്ലിന് വേണ്ടിയിട്ട് പ്രത്യേക ഷൂ ഉണ്ട്. പക്ഷേ ഏതൊക്കെ ഷൂ ആന്ന് പറഞ്ഞാലും പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഷൂ ഒന്നും ഇത്രയും അങ്ങ് ഡാമേജ് ആകുന്നില്ല. ഇവരുടെ ഈ കറുത്ത ഷൂ ആയി ഇപ്പം ഞാൻ തോന്നുന്നു ഈ വർഷം തന്നെ ഇതിപ്പം 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇത് ശരിയാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്നും കൊണ്ടുപോയി തയ്ക്കാനായിട്ട് നമുക്ക് വെള്ളായണിയിൽ ഒരിടത്ത് ഇതുപോലെ ചെരുപ്പ് തയ്ച്ച് തരുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൊണ്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് പൂജപ്പുരയ്ക്ക് പോകണം. കാരണം ഇവനെ ഡെർമറ്റോളജി ഒന്ന് കാണിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ എന്തായാലും പൂജപ്പുര ഒരു ട്രിപ്പ് ഞാൻ പോയിട്ട് വന്നതാണ്. കൊട്ട വെയിലെന്നും പറഞ്ഞപ്പോൾ നല്ല കൊട്ട വെയിലാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ട്രിപ്പ് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ വെള്ളായണിയിൽ ഷൂ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഷൂ അവിടെ കടക്കാരനില്ല, കട തുറന്നു വെച്ചിട്ടേ ഉള്ളൂ, ആളില്ല. അപ്പം അതുകൊണ്ട് നേരെ നമ്മൾ ഡെർമാവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ സ്കിന്ന് കാണിക്കുന്ന സ്ഥലത്തോട്ട് നേരെ എത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഇവന് അന്നേരം അവിടെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത് ഇവനൊരു ടീഷർട്ടല്ല, ഈ സ്പോർട്സിൻ്റെ മറ്റേ ജേഴ്സി വേണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നാസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്പോർട്സ് കട ഞങ്ങൾ വന്നതാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പിന്നെ സ്പോർട്സ് ഐറ്റംസ് ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഇത്, നാസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ശാന്ത പെയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുവഴി താപ്പോട്ടിറങ്ങുന്ന റൈറ്റ് സൈഡിൽ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവന് ഒരു 2-3 ടീഷർട്ടല്ല 2-3 ജേഴ്സി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്ന് ജേഴ്സിയൊക്കെ അവൻ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞിട്ട് നേരെ ഇനി വീട്ടിലോട്ടാണ് യാത്ര. അപ്പോൾ ഇവന് ഈ ഫുട്ബോൾ കളിക്കാരുടെ പേരുകളൊക്കെയുള്ള 2-3 ജേഴ്സി വേണമെന്ന് എന്നോട് പറഞ്ഞത്. അതിനകത്ത് റൊണാൾഡോയുടെയും ഇവരുടെയൊക്കെ പേരുള്ള പിള്ളേരുടെ ഓരോ പരിപാടികളല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജേഴ്സി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ദൈവമേ, എന്തായാലും കൊള്ളാം. ഇവിടെ സ്പോർട്സിൻ്റെ മിക്കവാറും ഉള്ള വെറൈറ്റി ഐറ്റംസ് എല്ലാം, സ്പോർട്സിൻ്റെ വെറൈറ്റി ഐറ്റംസ് മാത്രമല്ല, സ്പോർട്സിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും
ഏത് സ്പോർട്സിൻ്റെ വേണമെങ്കിലും ഇവിടെ ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഏകദേശം ഒരു 1, 2, 3 നിലയാണ് ഈ കെട്ടിടം. അപ്പോൾ ഈ 3 നില മൊത്തം സ്പോർട്സിൻ്റെ ഐറ്റംസ് മാത്രമായി ഈ കടയിലുള്ളത് കേട്ടോ. അതാണ് ഈ കടയുടെ ഒരു പ്രത്യേകത. എന്ത് ഐറ്റം വേണേലും ഉണ്ട്. എൻ്റെ അമ്മോ, ആശാൻ സെലക്ട് ചെയ്ത് അവിടെ ഇരിക്കുന്ന മിക്കവാറും ജേഴ്സികളെല്ലാം അവരെ കൊണ്ടെടുത്ത് വെളിയിലിട്ടിരിക്കുക. കവറിനകത്ത് അടുക്കി വെച്ചിരുന്ന എല്ലാം എടുത്ത് പുറത്തിട്ട് നൂത്ത് നോക്കുക. കാരണം അവനെ ഈ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ആള് ഭയങ്കര സെലക്റ്റീവാണ്. അപ്പം അവന് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് പിന്നെ എടുക്കത്തുള്ളൂ. അഥവാ നമ്മളെങ്ങാനും നിർബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ ആശാൻ പിന്നെ അത് ഉപയോഗിക്കത്തേ ഇല്ല. വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് പിന്നെ ഷർട്ടും അതുപോലെ ടീഷർട്ടും ഒക്കെ കിടപ്പുണ്ട്. അത് ഈ ജേഴ്സി അല്ല, അല്ലാത്ത ഷർട്ടും ടീഷർട്ടും ഒക്കെ കിടപ്പുണ്ട്. അവൻ ഇഷ്ടപ്പെട്ട് എടുക്കുന്നതാണെങ്കിൽ അവൻ ഉപയോഗിക്കും. അവന് ഇഷ്ടപ്പെടാതെ നമ്മൾ നിർബന്ധിച്ച് വല്ലതും എടുക്കുന്നതാണെങ്കിൽ അവൻ അന്നേരമൊക്കെ ഓക്കെ പറയും. പക്ഷേ പിന്നീട് ആ സാധനം അവൻ കൈകൊണ്ട് തുറത്തില്ല. അതാ കാര്യം. അപ്പം അങ്ങനെ എന്തായാലും ആശാൻ 3 സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ തിരക്കിയപ്പോൾ അവർ തന്നെ പറഞ്ഞതെന്നാണ്, അവിടെ തൊട്ട് താഴോട്ടിറങ്ങി ഗാന്ധാരിയമ്മൻ കോവിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഷൂ ശരിയാക്കുന്ന ആളിരിപ്പുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത്. അത് ശരിക്കും പത്രങ്ങളിലുമൊക്കെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഇദ്ദേഹവുമായിട്ട്, അതായത് ഈ ചെരുപ്പ് ശരിയാക്കുന്ന അദ്ദേഹവുമായിട്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതും ഒക്കെ വാർത്ത വളരെ വലിയ വാർത്തയായിട്ട് വിശേഷമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ LS ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏറ്റവും കിട്ടിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെടാൻ സാധിച്ചത്. സത്യത്തിൽ എനിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂ നമ്മളെ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് സോൾ ഉൾപ്പെടെ അത് മാറുകയാണെന്നുണ്ടെങ്കിൽ 400 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ വൈകിട്ട് നമുക്കത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. എല്ലാവർക്കും ബായ്.